ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓവനോ ബീറ്ററോ ഒന്നും വേണ്ടാത്ത നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസും സിമ്പിൾ ബ്യൂട്ടി ടിപ്സും ഒക്കെ ആയിരുന്നു നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ബ്രേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞങ്ങൾ ഇനി പുതുതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നീട്ടാതെ നമുക്ക് അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, കാരണം ഇത് ദേഹത്തേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കളറിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനിയുടെ കളറിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കേക്കിൻ്റെ കളറും. അതുപോലെ തന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ കൂടി ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കേക്കിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. അപ്പോൾ ആ 1 കപ്പ് മൈദയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഈ മുന്തിരിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള മൈദ നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ബാക്കി മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് വിസ്ക് ഉപയോഗിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉണക്കമുന്തിരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം ഇതിലെ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കുന്നത് കുക്കർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലാണ് ഞാനൊരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഓവനിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 45 മിനിറ്റ്സ് മതിയായിരിക്കും നമ്മുടെ കേക്ക് ബേക്കാക്കി കിട്ടാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് വെറും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.